ഞാൻ ഐഷ സമീഹ, ഫൗണ്ടർ ആൻഡ് ട്രെയിനർ ഓഫ് കോഡഫിൻ. ഞാൻ ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ എൻജിനീയറാണ്. അതുപോലെ എൻ്റെ പാഷൻ കൊണ്ട് ഇന്ന് ഡിസൈൻ തിങ്കിങ് അനാലിസിസ്, തിങ്കിങ് പ്രോസസ്സിന് ഡിസൈൻ ചെയ്യുക, ഇന്നോവേഷൻസും ക്രിയേറ്റിവിറ്റിയും കൊണ്ടുവരിക, എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മേഖലയിലാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യണത്. അതെൻ്റെ പാഷൻ കൊണ്ട് റിസർച്ച് ചെയ്ത ഒരു ഫീൽഡാണ്. ലൈവ്ലി ആയിട്ടുള്ള ഫീൽഡാണ്. ഡെയിലി അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഞാൻ പഠിച്ചതും എൻ്റെ പാഷനും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യണത്. സോ നിങ്ങളെല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടികളെ പാഷൻ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് മനസ്സിലാക്കാനാണ്. ഞാൻ പറയുന്നു, 4 വയസ്സായ കുട്ടികളെ അവരുടെ അനക്കങ്ങളും അവരുടെ റെസ്പോൺസും സ്റ്റിമുലൻസ് കൊടുത്തിട്ടുള്ള അതിനുള്ള റിയാക്ഷൻസും കണ്ടിട്ട് നമുക്ക് അവരുടെ ഇൻ്റലിജൻസ് അതുപോലെ പാഷൻ ചെറുപ്പം മുതലേ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇതിന് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്, സയൻറ്റിഫിക്കലി പ്രൂവ് ടൂൾസ് ഉണ്ട്. അതിന് മൈൻഡ് മാപ്പിംഗ്, അതുപോലെ ഒരുപാട് അങ്ങനത്തെ ടെക്നിക്സ് ഉണ്ട്, സൈക്കോമെട്രിക് അനാലിസിസ്, ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളുടെ പല ആക്ടിവിറ്റീസും കൊടുത്തിട്ട് അവരുടെ റെസ്പോൺസും റിയാക്ഷൻസും അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിയാക്ഷൻസും മനസ്സിലാക്കി അവരെ ഇൻ്റലിജൻസ് എന്താ, അവരുടെ പാഷൻ എന്താന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യണത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇന്ന് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ യുണീക്കായിട്ട് കണ്ടെത്തിയാൽ, നമ്മളുടെ പാഷൻ കണ്ടെത്തിയാൽ വി വിൽ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. വി ക്യാൻ മേക്ക് ദ വേൾഡ് ഇൻ ടു എ ബെറ്റർ പ്ലേസ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളുടെ ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളുടെ ചെറിയ ചെറിയ കഴിവുകൾ നാളെ നമുക്കൊരു തൊഴിലായിട്ട് അല്ലെങ്കിൽ ഒരു കരിയറായിട്ട് നമുക്കതിനെ കൊണ്ടുവരാം, അതിനെ സ്വന്തമായിട്ടൊരു സംരംഭമായിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. സയൻറ്റിഫിക്കലി അപ്രൂവ്ഡും ഗാർഡനേഴ്സ് തിയറി അനുസരിച്ചിട്ട് 9 ഇൻ്റലിജൻസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ, വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, കിനസ്തെറ്റിക്സ്, അതുപോലെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ, അതുപോലെ എക്സിസ്റ്റൻഷ്യൽ, എൻവിയോൺമെൻ്റൽ, ഇങ്ങനെ പല രീതിയിൽ ഇൻട്രാ പേഴ്സൺ, ഇങ്ങനെ കുറേ ഇൻ്റലിജൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ചിലപ്പോൾ 1-ലേറെ ഇൻ്റലിജൻസ് ഉണ്ടാവും, 4 ഇൻ്റലിജൻസ് ഉള്ളവരുണ്ടാവും, ഫുൾ ഇൻ്റലിജൻസ് ഉള്ളവരുണ്ടാവും. അതിനനുസരിച്ചിട്ട് നമ്മളുടെ കരിയറും നമ്മളുടെ എംപ്ലോയ്മെൻറ്റ്സും നമ്മളുടെ സംരംഭങ്ങളും നമുക്ക് ക്യൂറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് ആസ് എ പേരൻറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുണ്ട്, ആസ് എ ടീച്ചർ എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിഞ്ഞാൽ മാത്രം പോരാ. നമ്മളുടെ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് അതിനെ അപ്ലൈ ചെയ്ത് കുട്ടികളെ അനലൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ റിസൾട്ട്സ് നമുക്ക് ഈസി അല്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സാണ് ഞങ്ങൾ കോഡഫിൻ ചെയ്യണത്. We do programs related to design thinking analysis, mind mapping to find the right intelligence and skill sets of your children. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അതുപോലെ തന്നെ കുട്ടികളെ മൈൻഡ് മാപ്പ് ചെയ്യണ കുറേ എക്സസൈസസ് ഉണ്ട്. ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളതാണ്, അല്ലാതെ മാജിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈക്കോളജി അനാലിസിസോ കൗൺസിലിംഗ് ഒന്നും അല്ല. പക്ഷേ നമ്മൾ അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരെ അതിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. സപ്പോസ് നിങ്ങളെ കുട്ടീനെ ഞാനൊന്ന് അനലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക, ഡിസൈൻ തിങ്കിങ് അനാലിസിസ് ചെയ്തു, മൈൻഡ് മാപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. എനിക്ക് കിട്ടിയ റിസൾട്ട്സ് എന്ന് പറയുന്നത്, നിങ്ങളെ കുട്ടി വെർബലി ലിംഗ്വിസ്റ്റിക് ആണ്, അതുപോലെ ബോഡിലി കിനസ്തെറ്റിക് ആണ്, അതുപോലെ തന്നെ ഇൻട്രാ പേഴ്സൺ സ്കിൽസ് ഉള്ള കുട്ടികളാണെങ്കിൽ, അതിൽ എക്സിസ്റ്റൻഷ്യലും കൂടി ഉണ്ടെങ്കിൽ ദേ ക്യാൻ ബി കൗൺസിലേഴ്സ്, ട്രെയിനേഴ്സ്, പബ്ലിക് സ്പീക്കേഴ്സ്, പൊളിറ്റീഷ്യൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള ഫീൽഡിലേക്ക് അവർ പോകും എന്നുള്ളത് നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാം. ഇനി ഇതേ സ്ഥാനത്ത് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസും അങ്ങനത്തെ കാര്യങ്ങളുമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അവർ ഇവൻറ്റ് ക്രിയേറ്റേഴ്സ്, അതുപോലെ ഡിസൈനേഴ്സൊക്കെ ആയിട്ട് മാറാം എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികളെ എവിടെ പ്ലേസ് ചെയ്യണം? സപ്പോസ് ഒരു സ്കില്ലില്ലാത്ത ഒരാളെ നമ്മൾ സെയിൽസിൽ വെച്ച് കഴിഞ്ഞാൽ ദേ കനോട്ട് പെർഫോം വെൽ. അതിന് നമ്മൾ അവരെ കുറേ കുറ്റം പറഞ്ഞിട്ടല്ല കാര്യം, നമുക്ക് അവരെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്താൽ. സോ ഐ സജസ്റ്റ് ദിസ് പ്രോഗ്രാം ഫോർ ദ ചിൽഡ്രൻ, ഫോർ പേരൻസ്, ഫോർ ടീച്ചേഴ്സ്, ഫോർ ഓൾ ദ കമ്മ്യൂണിറ്റി ബിൽഡേഴ്സ്, പിന്നെ ഓൺട്രപ്രണേഴ്സ്, കമ്പനികളിലൊക്കെ നമുക്ക് ഇത് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ചെയ്യുമ്പം അവിടെ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാനും ആൾക്കാരുടെ സ്കില്ല് കറക്റ്റായിട്ട് നമുക്ക് ലെവറേജ് ചെയ്യാനും പറ്റും. അതിനാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യണത്. ഒരുപാട് ആക്ടിവിറ്റീസിലൂടെയാണ്, ഒരുപാട് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. അത് ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ്. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടികൾ റീഡിങ്
അനലിറ്റിക് സ്കിൽസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അവരെ റിട്ടൺ അല്ലെങ്കിൽ ലിസണിങ് ഒക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുക. അതിനൊരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. അതിലൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ പാഷൻ എന്താ, അവരെത്രത്തോളം ഇതിൽ സ്കില്ലുണ്ട്, റീഡിങ് എവിടെയാണ്, അതിൻ്റെ വെക്കാബുലറി സ്കിൽ എന്താ, അങ്ങനെ ഓരോ മേഖലയിലും നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയും. നമ്മൾ ശരിക്കും ഒറ്റ പ്രോഗ്രാം കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എവറി 3 months എവറി ടൈം വി ഹാവ് ടു ഡു ദിസ് ഒക്കേഷണലി. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ചെറുതായപ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഐഡിയാസ് അന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങി ഇതൊരു എക്സ്പീരിയൻഷ്യൽ വേയിൽ നമ്മളൊരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ് ആക്ച്വലി ഈ ഫൈൻഡ് യുവർ സ്കിൽസ് പ്രോഗ്രാമിലൂടെ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് വെരി മച്ച് അഡ്വാൻസ്ഡ് വേൾഡിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ്, അങ്ങനെ ഒരുപാട് മെഷീൻ ലേണിംഗ്, ഇതൊക്കെ ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ട് ഡെയിലി അപ്ഡേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ന്യൂ തിങ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ശരിക്കും ഈ ഡിസൈൻ തിങ്കിങ് അനാലിസിസ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം എവറി ടൈം വി ഹാവ് ടു ഡു ബ്രെയിൻ സ്റ്റോമിങ്. എന്നാലേ ഉള്ളൂ നമ്മളും പുതിയ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക. ഞാൻ പറയും, ഇപ്പം നമ്മൾ ജനറേറ്റീവ് AI യൂസ് ചെയ്യുന്നുണ്ട്, ChatGPT പോലെ. പക്ഷേ ഞാൻ ഒരിക്കലും അതിനെ അവോയ്ഡ് ചെയ്യണമെന്നല്ല പറയാം. ChatGPT യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേറെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവണം എന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് വി ഹാവ് ടു ബി എഹെഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസും അനലൈസിസ് സെഷൻസും വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം.